ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവാസ് മനാനി എന്ന് പറയുന്ന ഒരു ലോക അലവലാതി, അവരെ നമ്മുടെ നാട്ടുകാർ ഉസ്താദ് എന്നാണ് വിളിക്കുന്നത്, ക്ഷമിക്കണം, എനിക്ക് അവനെ അലവലാതി എന്ന് വിളിക്കേണ്ടി വന്നതാണ്. ഞാൻ അവനെതിരെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഭയങ്കരമായ തെറിവിളി ഉണ്ടാകുന്നു. വാട്സപ്പ് വഴി, മെയിൽ വഴി, ഒന്നും പറയണ്ട. പിന്നെ വാട്സപ്പ് കോളുകൾ വിളിക്കുന്നു, ഒരുപാട് വിമർശനങ്ങളുമായി റിവ്യൂ ഒരുപാട് ആളുകൾ ചെയ്യുന്നു. ഈ സമയത്താണോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ലൈവ് ചാറ്റിൽ വന്നിട്ട് മൊത്തവും തെറിവിളി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ ആർമിയെ കുറിച്ച് ഈ മറ്റവൻ പറഞ്ഞതിനെ ഞാൻ എടുത്ത് വിമർശിച്ചു. കാരണം ഇന്ത്യൻ ആർമി ഇന്നിവിടെ വയനാടിന്റെ മണ്ണില് ജീവനും ജീവിതവും ത്യാഗം ചെയ്യുന്നു, അവരുടെ ആരുമല്ലാത്ത കുറെ മനുഷ്യർക്കു വേണ്ടി. ആ സാഹചര്യത്തില് ഈ മറ്റവൻ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ എടുത്തു വിമർശിച്ചു പോയി. അപ്പോഴേക്കും മുസ്ലിങ്ങൾക്ക് മൊത്തം മതവികാരം അങ്ങ് വ്രണപ്പെട്ടു. ഈ സാഹചര്യത്തിലാണോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അതേ, 100 വട്ടം ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഞാൻ പറയുന്നതിന് വാല്യൂ ഉണ്ടാകില്ല. ഇന്ത്യൻ ആർമി നമ്മുടെ മണ്ണിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുവാണ്. ഇന്ന് ഈ സമയത്ത് ഇന്ത്യൻ ആർമി നമ്മുടെ മക്കളെയൊക്കെ ബലാത്സംഗം ചെയ്യുമെന്നും നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണെന്നും വർത്തമാനമാണ് അവൻ പറഞ്ഞൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോ അങ്ങനൊക്കെ പറയുമ്പോ അത് ഈ സാഹചര്യത്തിലല്ലേ എടുത്ത് അലക്കേണ്ടത്? വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ തല്ലിക്കൊല്ലുമെന്നും നമ്മുടെ പെൺമക്കളെ ബലാത്കാരം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞു. ദയവ് ചെയ്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആ ഡാഷ് മോന്റെ അടുത്തേക്ക് ഈ വീഡിയോ എന്ന് എത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നിർബന്ധമായിട്ടും അവനെ കെട്ടി വലിച്ചിട്ടെങ്കിലും വയനാടിന്റെ മണ്ണിൽ കൊണ്ടുപോയി നിർത്തണം. എത്ര പെൺകുട്ടികൾ ബലാത്കാരം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആർമികളാൽ? അവൻ എണ്ണം എടുക്കട്ടെ, എന്നിട്ട് അവൻ പോസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്യട്ടെ. എത്ര വൃദ്ധരായ ആളുകളെ ഇന്ത്യൻ ആർമി അടിച്ചു കൊന്നിട്ടുണ്ട്? ഇവൻ വയനാടിന്റെ മണ്ണിൽ പോയി സെൻസസ് എടുക്കട്ടെ. ബലാത്കാരം ചെയ്തവരുടെ സെൻസസ് എടുക്കാൻ മറക്കരുത് നിർബന്ധമായിട്ടും. അവൻ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കേൾപ്പിക്കണമല്ലോ. പ്രത്യേകിച്ച് ഈ രൂപത്തിൽ വിമർശനം വന്ന സ്ഥിതിക്ക് ഞാനത് വീണ്ടും വീണ്ടും നിങ്ങളെ കേൾപ്പിക്കാൻ നിർബന്ധിതയായിരിക്കുന്നു. അമ്മമാരെ ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യാണ്? മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദര, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യും, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? ഇത് എടുത്തു പറഞ്ഞ് ഞാൻ വിമർശിച്ചു പോയി. ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാർ, ഇതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ആർമി, ഇവരിതാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയണ്ടേ? ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾ ചേരരുത് എന്ന് ഞങ്ങളുടെ കോളേജുകളിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ആ പയ്യനുണ്ടല്ലോ, മതം വിട്ട അസ്കർ അലി പറഞ്ഞില്ലേ നമ്മളോട് വന്നിട്ട്? ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പറഞ്ഞു. കാരണം ബംഗ്ലാദേശികൾ, അഫ്ഗാനികൾ, പാകിസ്ഥാനികൾ ഇത് മൂന്നും നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവർക്കെതിരെ നമുക്ക് ആയുധമെടുക്കാൻ പറ്റില്ല.
ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെതിരെ ആയുധമെടുക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പ്രവാചകൻ മരിച്ച ശേഷം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചത്. അത് പോട്ടെ, രണ്ട് വിഭാഗവും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ജമൽ, സിഫീൻ, ഉഹദ്, ഒരുപാട് യുദ്ധങ്ങളുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ടുള്ള ഈ കശ്മലന്റെ ഈ അലവലാതി മുസ്ലിയാരുടെ കാഴ്ചപ്പാടാണ് അയാൾ പറഞ്ഞത്. ഇന്ത്യൻ ആർമി ബലാത്കാരം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് ഇവരെ വയനാട്ടിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ബാധ്യത മുസ്ലിം സുഹൃത്തുക്കളെ തൽക്കാലം നമുക്ക് ഏൽപ്പിക്കാം. ഇനിയും ആരാണ് ബലാത്സംഗികൾ, ആരാണ് ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ എന്ന് നമുക്ക് അറിയാം. വേണ്ട, ഒരു ഉസ്താദ് തന്നെ പറയട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. ഉസ്താദാകുമ്പോൾ ഇവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ വെറുതെ പറയുവാണെന്ന് പറയാം. ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്താദുമാരും മദ്രസകളുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാ. എന്നാലും ഉസ്താദ് തന്നെ പറയട്ടെ, താളത്തിലും രാഗത്തിലും. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലാ തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കുകയാണ്. ഉറക്കെ പറയരുത്, നമ്മളെ പണ്ഡിതന്മാരാ. എന്ത് പുണ്ണാക്കില പണ്ഡിതനായി പ്രായപൂർത്തിയാകാത്ത പൈതങ്ങളെ ലൈംഗിക രതിവൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? ഓല് മാന്യന്മാര് എന്നിട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യല്ലേ, അന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. അപകടാവൂലേ ഇത് പറഞ്ഞാൽ? ഇവര് മദ്രസകൾ മുതൽ ശീലമാക്കുന്നതാണ്. ഇവര് പഠിച്ചും പഠിപ്പിച്ചും അനുഭവിച്ചും അനുഭവിപ്പിച്ചും ഇവര് ശീലമാക്കുന്നതല്ലേ ഇവര് പബ്ലിക്കിൽ പാലിക്കൂ. അപ്പോൾ ഇവര് ഇന്ത്യൻ ആർമിയെ ഈ രൂപത്തിൽ ആരോപിക്കുന്നത് ഇവർക്കിടയിൽ നിന്ന് തന്നെയാണ് നടക്കുന്നത് എന്ന് വേറെ ഒരു ഉസ്താദിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. തീർന്നിട്ടില്ല. അത്ര രൂക്ഷമായി പറഞ്ഞേ, നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത്? സാധാരണക്കാര് ചെയ്യോ? അത് പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ പാരൊക്കെയുള്ള നമുക്ക് പറ്റണത് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിബന്ധിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുതുമുത്തമാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. കൊല്ലം ഹബീബന്മാരെ അപ്പണി ശരിയല്ല, മാറണ്ടേ? മദ്രസകൾ നടത്തിക്കോളി. ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് കടക്കൽ വേറെ നടക്കും. നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയല്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയല് കേൾക്കലുണ്ടപ്പോ പ്രഭാഷണം ഇല്ല. കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം വയല്. അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നു, നിർത്ത് കയറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം? അപകടകരമായ രംഗവീതിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചവിട്ടാണി കുട്ടിക്കല്ലേ പൊട്ടിക്കണ്ട്
എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. പറഞ്ഞു. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്തിന് ആലോചിക്കണ്ടേ? ഈ ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കെന്ന് വയലറിയാൻ പറയും, മാലിന്യത്തെ കാവിനോട് വയലറിയാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സ്വവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിൽ ഏർപ്പെടുന്ന, സംസർഗത്തിൽ ഏർപ്പെടുന്ന പ്രസംഗം പള്ളിക്കെന്നാണ് നടക്കുമ്പോ ജമാഅത്ത് കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ കീഴ്പോട്ട് അറിയും. പൊന്നുസ്താദേ, കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക് വരണ്ടേ? പരിശുദ്ധമായ ദീനിലേക്ക് വരണ്ടേ? അല്ലേ? ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തെ കുറിച്ച് പ്രതിഷേധിക്കാണ്ടേ? മനസ്സിലായോ? ഇവരുടെ ഈറ്റില്ലങ്ങളിൽ നടക്കുന്നത് പോലെയാണ് എല്ലാവരും എന്നാണ് ഇവര് വിചാരിച്ചത്. നമ്മൾ പറഞ്ഞാലല്ലേ അത് കളവാണെന്ന് പറയൂ. അവരിൽപ്പെട്ട ഒരു ഉസ്താദ് തന്നെയാണ്, മതം വിട്ട ആളല്ല, എക്സ് മുസ്ലിം അല്ല, നിരീശ്വരവാദിയല്ല, യുക്തനല്ല, തികച്ചും മതവിശ്വാസിയായ വ്യക്തി തന്നെയാണ്, ഉസ്താദ് തന്നെയാണ്, ഫൈസി ബിരുദമുള്ള വ്യക്തിയാണ് പറയുന്നത്. എന്തുണ്ട് ഇവർക്കൊക്കെ മറുപടി പറയാൻ? അബ്ബാസ് ഉസ്താദിന് ഇപ്പൊ എന്തൊക്കെ ഭീഷണികൾ നേരിടേണ്ടി വരുമോ? കാരണം ഇത് പബ്ലിക്കിനോട് തുറന്നു പറഞ്ഞു പോയില്ലേ. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കുകയും ചെയ്യുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ വയനാട്ടിലെ എത്ര പേരാണ് ബലാത്സംഗത്തിന് ഇരയായത് എന്ന് എണ്ണമെടുക്കാൻ ആ ഇന്ദ്രാണ്ടവനെ വിളിച്ച് കെട്ടി എങ്കിലും കൊണ്ടുവരണം. വയനാടിന്റെ ആ ദുരന്ത ഭൂമിയിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് ഇന്ത്യൻ ആർമി ഞാണിന്മേൽ തൂങ്ങി ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ ഇവനെയും അതിനകത്ത് തൂക്കിയിട്ട് ആട്ടണം. എന്നിട്ട് പറയണം, പോയി മുങ്ങിയെടുത്തുകൊണ്ട് വരാൻ പറയണം. പൊറോട്ട കെട്ടും കെട്ടി വഷളത്തരം പബ്ലിക്കിൽ വന്നിട്ട് ഇന്ത്യൻ ആർമി അധിക്ഷേപിച്ച് വിളിച്ചു പറയുന്നത് പോലെ എളുപ്പമല്ല ഇത്തരം സാഹസികതയും ജീവൻ അർപ്പിച്ച് സഹജീവിക്ക് വേണ്ടി രംഗത്തിറങ്ങലും എന്ന് ഇവൻ ആരെങ്കിലും വെളിവുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കണേ. നന്ദി.